അതിന് ചോറ് വെക്കാനുള്ള തല കാണുന്നു അമ്പലത്തിനകത്ത് ചോറ് വെക്കാനാണ്. തനിക്കുള്ള വെള്ളം അടുത്ത് വെച്ച് ചോറിന് ഉള്ള തോരനാണിത് ചെയ്യാനായിട്ട്. ബീൻസ്, പയറ്, പടവളങ്ങ, കാരറ്റ്, കൊച്ചുള്ളി, പച്ചമുളക്, ഇതാണ് ഇന്നത്തെ തോരൻ. പടവളങ്ങ രണ്ടിങ്ങനെ കോരി അരിയണം, നീളത്തിലരിയണം. കഞ്ഞിക്കായ വെള്ളം തിളച്ച് അത് ഇടുകയാണ്. പയർ തോരനും ചേമ്പുംതാളും മെഴുക്ക് വരട്ടി. തൊലി ഇങ്ങനെ ചീന്തി കളഞ്ഞിട്ട് ഇത് ഷുഗർ ചേമ്പിൻ്റെ താളാണ്. ചേമ്പന്താൾ മെഴുക്ക് വരട്ടിക്ക് അരിയുവാണ്. നാലായിട്ട് കീറിയിട്ട് 6ആയിട്ട് കീറിയിട്ട് ഇങ്ങനെ ഇത്ര വലുപ്പത്തിൽ വട്ടത്തി കഞ്ഞി വെന്തോ നോക്കട്ടെ. വെന്തില്ല, ശകലം കൂടി വേകാനുണ്ട്. ാണിത് ബീൻസ്, പയറ്, കാരറ്റ്, കൊച്ചുള്ളി, പടവളങ്ങ, പച്ചമുളക്, ഇത്രയാണ് തോരൻ വെക്കാനായിട്ട്. ഇപ്പം ഞാൻ ഇതിന് വെളിച്ചെണ്ണയൊന്നും ചേർക്കുന്നില്ല, അല്ലാതെ തേങ്ങയും ഇട്ടിളക്കി ഉപ്പും ഇട്ടിളക്കി അടുപ്പ് വെച്ച് ആവിക്ക് വെച്ച് വേവുകയാണ്. വെന്ത് തോർത്തിയെടുക്കുകയാണ്. തേങ്ങ ഇട്ട് ഉപ്പിട്ട് മഞ്ഞപ്പൊടി ഇട്ട് ാണിത്. വെളിച്ചെണ്ണ ചേർക്കാതെ തേങ്ങ മാത്രം തിരുമ്മിയിട്ട് ചുമന്നുള്ളി അരിഞ്ഞിട്ട് പച്ചമുളകും പൊളന്നിട്ട് ചമ്മന്തി അരയ്ക്കാനാണ്. തേങ്ങ ചൂട് ചായത്തിനകത്ത് വേണം ഇവിടെ, അല്ലെങ്കിൽ വേണ്ടിയിട്ടാണ്. നിങ്ങളവർക്ക് എന്തിനാ ഇത്രയും ചെയ്യുന്നത്? ഒരാവി കയറി കഴിയുമ്പോൾ തന്നെ അറിയും. 5-6 കോരി കെട്ടണം. അന്നേരം പിന്നെ ഇത്ര ചേമ്പിനകത്ത് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇടുവാണ്. ഉപ്പും മഞ്ഞളും ഇട്ട് അടുപ്പേ വെക്കാൻ പോവാണ്. അടുപ്പേ വെച്ച് ചേമ്പന്താളാണിത്. ഇത് വെന്ത് പറ്റി മെഴുക്ക് വരട്ടിക്കുള്ള. ഇത് ഉള്ളി മുളക് വറ്റലി മുളകും കൂടി കല്ലേ വെച്ച് ചതച്ചതാണ്. ഇതൊന്നുകൂടെ പറ്റണത്. താള് വെന്ത് വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. മത്തി വറക്കുകയാണ്. ഇനി മത്തി ചോറിൻ്റെ കൂടെ വെക്കാനായിട്ട്. ചമ്മന്തി അരയ്ക്കാനായിട്ടുള്ള മുളകാണ്. തേങ്ങ ചുട്ട് ചമ്മന്തി അരയ്ക്കുന്നതിനുള്ള മുളകാണ്. ഒന്ന് ചുട്ടെടുക്കുക. ചമ്മന്തിക്കുള്ള ഉള്ളിയാണ്, അതൊന്ന് ചുട്ടെടുക്കുകയാണ്. മീൻ ചമ്മന്തി, ഉണക്കമീൻ ചുട്ട് ചമ്മന്തി പൊടിക്കാനായിട്ടാണ്. ചുട്ടാണ് പൊടിക്കുന്നത്, വറുത്തല്ല. തീക്കൻ്റെ പുറത്തോട്ട് മീൻ ഇടുക വേഗം.
ആ കരിൻ്റെ പുറത്ത് കിടന്ന് വെന്തോളും. തേങ്ങ ചുട്ടുള്ള ചമ്മന്തിയാണ്. അതിനുള്ള മുളകാണിത്. മുളക് ചുട്ടു, ഉള്ളിയും ചുട്ടു. ഇനി അവിടെ കാണാനുണ്ട്. ആ ചുട്ടതാണിത്. ഇത് ഈ കരി ശകലിച്ച് ചെത്തി കളയണം. കളഞ്ഞിട്ട് ഇത് കഴുകണം. കരി അപ്പം കരിച്ചവ അങ്ങ് വെക്കോളും. ചുട്ട് ചമ്മന്തി അരയ്ക്കുന്ന നല്ല ടേസ്റ്റാണ്. പഴയ കാലത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് ചമ്മന്തി അരച്ചുകൊണ്ടിരുന്നത്. ഇപ്പം എല്ലാം കണ്ടുപിടുത്തമായതുകൊണ്ട് കഴുകാൻ തേങ്ങ ചെത്തി അതിൻ്റെ കരി കളയണം. ഒത്തിരി കരി കളയാണ്ട്, ഇച്ചിരി കരിയൊക്കെ ഇരിക്കുന്ന നല്ല കഴിക്കണം. ചുട്ടുള്ള ചമ്മന്തിയാണ്. തേങ്ങ ചുട്ടുള്ള ചമ്മന്തിയുടെ മുളകും ഉപ്പും ഉള്ളി ഇഞ്ചി പുളി ഉള്ളിയും ചുട്ടതാണ്. കറിവേപ്പില, പുളി, ഇഞ്ചി. ഉണക്കമീൻ പൊടിച്ച ചമ്മന്തിയാണ്. ഉണക്കമീനാണ് ഇത്. ചുട്ട മീനാണ്. ചുട്ട് ചമ്മന്തി പൊടിക്കുവാണ്. മീൻ ചമ്മന്തിയുടെ തേങ്ങയും മുളക് പൊടിയും ഉണക്കമീനാണ്. ഉപ്പ് ചേർത്തിട്ടില്ല. ഉണക്കമീനായതുകൊണ്ട് ഉപ്പിൻ്റെ ആവശ്യമില്ല. തേങ്ങ ചുട്ട് മുളകും ചുട്ട് ഉള്ളിയും ചുട്ട് ചുട്ടരച്ച ചമ്മന്തിയാണ്. മത്തി വറുത്തത്, ഉണക്കമീൻ ചുട്ടിട്ട് മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കിയതാണ്. ചേമ്പിൻ്റെ താളും മെഴുക്ക് വരട്ടി വെച്ചത്. പയറും കാരറ്റും പടവലങ്ങായും കൂടി എണ്ണ ചേർക്കാതെ തേങ്ങ മാത്രം ഇട്ട് പച്ചമുളകും പൊളന്നിട്ട് കൊച്ചുള്ളി അരിഞ്ഞ് തോരൻ വെച്ചതാണ്. പൊതിച്ചോറ് റെഡിയായി. പൊതിയുവാണ്. പൊതിച്ചോറ് റെഡിയായി. നമ്മുടെ നാടൻ രീതിയിലുള്ള പൊതിച്ചോറാണിത്. പിന്നെ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തുറന്ന് എടുക്കും കഴിക്കുന്നത്. ഇപ്പം 6 പൊതിയുണ്ട്. 6 7 പൊതിയുണ്ട്. 7 പൊതിയുണ്ട്. ഇത് ഓരോരുത്തർക്കും പൊതിഞ്ഞ് വച്ചേക്കുന്നതാണ്. പൊതിച്ചോറ് തുറക്കുവാണ്. എല്ലാവരും കഴിക്കാൻ തയ്യാറായിരിക്കുവാണ്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.